എടാ കൊരങ്ങ എൻ്റെ മോനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരു സഞ്ചാരത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഒരു യാത്രക്കായിട്ട് ഇറങ്ങിയതല്ല, മറിച്ച് കൂട്ടുകാരൊക്കെ ഒത്ത് ഒരു വിവാഹത്തിന് ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ നിന്നും ചെറിയൊരു സഞ്ചാരം ആറളം ഫാമിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത വലിയൊരു വനപ്രദേശമാണ് ആറളം ഫാം. 7000 ഏക്കർ വിസ്തൃതിയുള്ള ഈ പ്രദേശം കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് 840 ഏക്കർ ആദിവാസികൾക്കായി വിട്ടുകൊടുത്തതാണ് ആറളം ഫാം. കൃഷിയിടങ്ങളും വന്യജീവികളുടെ സങ്കേതങ്ങളും വ്യത്യസ്ത ഇനം പക്ഷികളുടെയും ശലഭങ്ങളുടെയും വാസസ്ഥലമാണ് ആറളം ഫാം. അതുകൊണ്ട് തന്നെ ശലഭ നിരീക്ഷകരും പക്ഷി നിരീക്ഷകരുമടക്കം വ്യത്യസ്ത നാടുകളിൽ നിന്നും ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണ് ആറളം ഫാം. കാട്ടാറുകളുടെയും കാട്ടാനകളുടെയും വ്യത്യസ്ത ഇനം പക്ഷികളുടെയും കിളിനാദങ്ങളും ഉയർന്ന വലിയ വന്യ വൃക്ഷങ്ങളും അടങ്ങിയ കാട്ടിലൂടെ അല്പനേരം സഞ്ചരിച്ച വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തി കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ. ഈ മനോഹരമായ പുഴ കടന്നു വേണം ആറളം ഫാമിലെത്താൻ. കൈവരികൾ തകർന്ന ഈ പാലമാണ് പുഴ കടക്കാനുള്ള ഏകമാർഗം. ആ പാലം നേരെ ആറളം ഫാമിലേക്കുള്ള ആദ്യ കവാടത്തോട് ചേർന്നു നിൽക്കുന്നു. പാറാവുകാരൻ്റെ കയ്യിൽ പേരെഴുതിക്കൊടുത്ത് ഞങ്ങൾ നീങ്ങി. തണുത്ത കാറ്റും വശ്യമനോഹരമായ കാഴ്ചകളും ഞങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. 5 ബൈക്കുകളിലായി ഞങ്ങൾ 9 പേരാണ് ഉണ്ടായിരുന്നത്. വഴിയിൽ കണ്ടുമുട്ടിയവരോട് റൂട്ട് ചോദിച്ചെങ്കിലും ഇതൊക്കെ തന്നെയാണ് ആറളം ഫാം എന്ന മറുപടിയാണ് കൂടുതലും ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ പുറപ്പെട്ടത് വളരെ വൈകിയായതുകൊണ്ട് ഫാമിനകത്തേക്കുള്ള ഗേറ്റ് തുറക്കാൻ സാധ്യതയില്ലെന്ന് വഴിയിൽ വെച്ച് ചിലർ അറിയിക്കുകയുണ്ടായി. എങ്കിലും ആ ഗേറ്റ് വരെ പോയി മടങ്ങാൻ തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഏഴായിരം ഏക്കർ വിസ്തൃതിയുള്ള ഈ വനപ്രദേശം ഇരിട്ടി ആറളത്തു നിന്നും പ്രവേശിക്കാമെങ്കിലും ഇതിൻ്റെ മറ്റേ അതിർത്തി കർണാടക സംസ്ഥാനത്തെ വനപ്രദേശങ്ങളാണ്. പക്ഷി നിരീക്ഷകർ ഇവിടെ സ്ഥിരമായി പഠനവുമായി ബന്ധപ്പെട്ട് വിരുന്നെത്താറുണ്ട്. ചരൽക്കുരുവി, പാണ്ടൻ വേഴാമ്പൽ തുടങ്ങി 237 ഇനം പക്ഷികളെ ഇവിടെ നിന്നും കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും.
കുരങ്ങ എൻ്റെ മോനെ. 2 മണിക്ക് മുമ്പ് എത്തിയാലേ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകാനാവൂ. ഞങ്ങളെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. പക്ഷേ ആ ഗേറ്റിനരികിലെ കണ്ണാടിച്ചില്ല് പോലെയുള്ള അരുവിയും അതിനു മുകളിലുള്ള തൂക്കുപാലവും ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. പുഴ കാണുമ്പോൾ ഒന്നിറങ്ങി നീന്താൻ തോന്നുന്നത് സാധാരണയാണല്ലോ. അവിടെ കണ്ട ഒരു കൊച്ചു കടയിൽ നിന്നും തോർത്തുകളും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. ഹൗ, മയ്യും മനസ്സും ഒരുപോലെ കുളിരേറ്റു. ഒന്ന് നീന്തി കുളിച്ചു. പിന്നെ ഒരുമിച്ച് കുറച്ച് ഫോട്ടോസും എടുത്ത് അസ്തമയത്തിന് മുമ്പ് ഞങ്ങൾ തിരിച്ചു. സുന്ദരമായ പല ദൃശ്യങ്ങളും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇടയിൽ രസകരമായൊരു അനുഭവമുണ്ടായി. ഞങ്ങൾ 9 പേരും ഒരുമിച്ചാണ് പാലം മുറിച്ച് കടന്നത്. ഒരുമിച്ച് ആ പാലത്തിൽ 9 പേർക്ക് നിൽക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആദിവാസി ആയ മനുഷ്യൻ നമ്മളോട് കയർത്തു സംസാരിച്ചു. ഞങ്ങൾ തർക്കിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ ഒരു കടയിൽ ചെന്ന് തോർത്തുമുണ്ട് വാങ്ങലാണ് നമ്മുടെ ലക്ഷ്യം. അതും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നമ്മൾ 3 പേരായി തിരിച്ചു നടന്നു. പക്ഷെ അവരുടെ ദേഷ്യം അതുകൊണ്ടൊന്നും തീർന്നില്ല. പിന്നീട് നമുക്ക് ശേഷം വന്ന ഏതോ യാത്രക്കാരുമായിട്ട് അവർ ശണ്ട കൂടുകയാണ് ചെയ്തത്. നമ്മളവിടുന്ന് പുഴയിലിറങ്ങി നീന്തി കുളിച്ച് മാറ്റി തിരിച്ച് വരുമ്പോഴും അവരുടെ തർക്കം തീർന്നിട്ടില്ലായിരുന്നു. അവരുടെ തർക്കം മൂത്ത് ഒരുത്തൻ്റെ വസ്ത്രം വലിച്ച് കീറുന്നിടത്തേക്കൊക്കെ അവരുടെ ശണ്ട എത്തി. നമ്മളവിടെ തിരിച്ചവരോട് വല്ലതും സംസാരിക്കാനോ ചോദ്യം ചെയ്യാനോ ഇവിടെയെങ്ങും നിയമങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാനോ നമ്മൾ നിന്നിരുന്നെങ്കിൽ നമ്മളും അവരെപ്പോലെ ഒരു വഴിയിലാകുമായിരുന്നു. വിവരമില്ലാത്തവരോട് മൗനമാണ് ഏറ്റവും വലിയ ഉത്തരമെന്ന് നമ്മൾ പല അനുഭവങ്ങളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്.